ഒരു ഇടയനും കാട്ടത്തിപ്പഴം പിറക്കി നടന്നവനുമായ ആമോസ് യെരൂശലേമിന് 10 മൈൽ തെക്ക് ബേത്ലഹേമിന് അടുത്ത പ്രദേശമായ തെക്കോവക്കാരനായിരുന്നു. അവൻ ഞാൻ ജയിച്ചമല എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വന്ദനം പറയുന്നു. ഒരു കൃഷിക്കാരനും ഇടയച്ചറക്കനുമായിരുന്നിട്ടും അവൻ ദൈവവചനത്തിൽ നല്ല നിശ്ചയം പ്രാപിച്ചവനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലല്ല ദൈവശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. ദൈവമായിട്ടുള്ള ആത്മാർത്ഥ ബന്ധത്തിലാണ്. സ്തോത്രം. ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുക്കുന്നവരെല്ലാം തന്നെ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെട്ട് നിന്നവരായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. സുവിശേഷങ്ങളിൽ യേശു തെരഞ്ഞെടുത്ത ശിഷ്യന്മാരെല്ലാം തന്നെ ജോലി ചെയ്ത് ഉപജീവനം നടത്തിയവരായിരുന്നു. എന്നാൽ സ്വർഗരാജ്യത്തിന്റെ വേലക്കാരായി വിളിയുണ്ടായപ്പോൾ തങ്ങളുടെ ഉപജീവന മാർഗം എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു എന്നുള്ളതാണ്. എന്നാൽ സമൂഹത്തിൽ പല ആളുകളും ദൈവവേലക്കാരെ കാണുമ്പോൾ പുച്ഛസ്വരത്തോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്കൊന്നും വേറെ പണിയില്ലേ, ജോലി ചെയ്ത് ജീവിച്ചുകൂടെ, ആളുകളെ പറ്റിക്കൂടെ ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ. ഒരിക്കലും ഒരു ദൈവദാസൻ ഇതിന് മറുപടി എന്ന നിലയിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: ശപിക്കപ്പെട്ടവനാണ് ഭൂമിയിൽ വേല ചെയ്ത് ജീവിക്കുന്നതെന്ന്. ഈ വാക്കുകൾ വളരെ രസകരമായി തോന്നി, എങ്കിലും അത് എന്നെ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17 ദൈവ മനുഷ്യനോട് കൽപ്പിച്ചത്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കട്ടതയോടെ അതിൽ നിന്നും അഹോവൃത്തി കഴിക്കും. വാസ്തവത്തിൽ മനുഷ്യൻ പാപം ചെയ്യുന്ന ആൾ മുതൽ തുടങ്ങിയതാണ് കട്ടപ്പാടും ദുരിതങ്ങളും എന്നുള്ളതാണ്. ആമോസ് എന്ന എബ്രായ പേരിന് ഭാരം വഹിക്കുന്നവർ എന്നാണ് അർത്ഥം. വാസ്തവത്തിൽ ഈ പേരിന് അർത്ഥമാക്കുന്ന വിധമായിരുന്നു ആമോസിന്റെ ജീവിതവും. തെക്കേ ദേശമായ യഹൂദയിൽ നിന്നുള്ളവനാണെങ്കിലും വടക്കേ ദേശമായ ഇസ്രായേലിനെ കുറിച്ചായിരുന്നു അവന്റെ ഭാരം മുഴുവനും. അവരുടെ അനീതി, ലോകമയത്വം, സ്വയം നീതി എന്നിവയ്ക്കെതിരെയുള്ള അലിക്കുന്ന ദൈവിക ദൂതായിരുന്നു എന്നുള്ളതാണ്. ദൈവം ആമോസിനെ ഏൽപ്പിച്ചത് ന്യായവിധിയുടെ ദൂതായിരുന്നു. എങ്കിലും അതിനൊടുവിൽ പ്രത്യാശയുടെ വാക്കുകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭൂലോകത്തിന്റെ സർവാധികാരിയായിരിക്കുന്ന ദൈവത്തിന്റെ അധികാരത്തോട് മത്സരിച്ച രാഷ്ട്രങ്ങളെ ന്യായം വിധിക്കുവാൻ ദൈവം ഒരു യോദ്ധാവിനെ പോലെ വരുമെന്ന് ആമോസ് ഇവിടെ വിളിച്ചു പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ദൈവിക കൽപ്പനകൾ ലംഘിച്ച ഇസ്രായേലിനെ പ്രത്യേകം ശിക്ഷിക്കുമെന്ന് പറയുവാൻ മറന്നില്ല എന്നുള്ളതാണ്. ദൈവത്തെ അറിഞ്ഞവർ വഴിമാറിയാൽ, അല്ലെങ്കിൽ ദൈവികമായ ബന്ധം നഷ്ടപ്പെടുത്തിയാൽ, അത് സ്വന്തം ജനമായ ഇസ്രായേൽ ആണെങ്കിലും ഒരു ദൈവവേദലാണെങ്കിലും ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ല എന്നുള്ളതാണ്. ആമേൻ. യൊരോബയാം രാജാവിന്റെ കീഴിൽ വടക്കൻ ദേശം ഭൗതികമായി വലിയ പുരോഗതി അനുഭവിക്കുന്ന സമയം വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടേണ്ടതിന് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുവാൻ ആമോസ് ഇവിടെ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. പിന്മാറ്റത്തിൽ പോയവർക്ക് തക്ക ശിക്ഷ ലഭിക്കുമെന്ന് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു കാലത്ത് വിശ്വാസത്തിന്റെ പേരിൽ ഒരുപാട് കഷ്ടതയും പട്ടിണിയും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചവർ പിന്നീട് ദൈവം വഴി അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ, സമ്പത്ത് സമൃദ്ധിയൊക്കെ ഉണ്ടായപ്പോൾ, ബഹുനില കെട്ടിടങ്ങളും മുന്തിയ വാഹനങ്ങളും മക്കൾക്കൊക്കെ ജോലി ഒക്കെ നല്ല നിലകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യ വിശ്വാസവും ദൈവഭയവും ഒക്കെ വിട്ട് ലോകജാതികളെ പോലെ ജീവിക്കാൻ തുടങ്ങി എന്നുള്ളത് വളരെ ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്. ഇന്ന് പലരും അങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആദ്യ വിശ്വാസത്തിൽ നിന്നൊക്കെ പിന്മാറിപ്പോയ അവസ്ഥയാണ്. ഇന്ന് തൽക്കാലം മടങ്ങി വരിക, മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കുക. അവസരങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ ന്യായവിധിയിൽ നമ്മളെ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. ഇന്ന് പ്രഭാതത്തില് ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും കടന്നു വരുമ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരായി തീർന്നാൽ നിശ്ചയമായി ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് സൗഭാഗ്യങ്ങളും നന്മകളൊക്കെ നാം ദൈവമായിട്ടുള്ള ബന്ധത്തെ ദൈവം നൽകി തരുന്നത് ഒന്നാണ്. തിരുവചനത്തിൽ പറയുന്നു, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുമെന്നുള്ളതാണ്. നമ്മൾ നന്മയുടെ പുറകെ പോകുന്നവരായിട്ടല്ല, അത് നമ്മളെ പിന്തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ദൈവം കൊണ്ട് എത്തിക്കുമെന്നുള്ളതാണ്. ഇന്ന് കാലം വിശ്വസ്തയോടെ എന്ത് വലിയ പ്രതിസന്ധികളും പ്രതികൂലം ഉണ്ടായാലും നമ്മുടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഇടയായി തീരണം. അതാണ് ഒരു ഭക്തനെ സംബന്ധിച്ച വലിയ കാര്യമെന്നുള്ളതാണ്. ഇന്ന് പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരത്തിലേക്ക്, ഒരു മടങ്ങി